വ്യാപാര കേന്ദ്രമായ എറണാകുളം ബ്രോഡ്വേയിൽ വൻ തീപിടുത്തം. ഒരു കട പൂർണ്ണമായും, ഏതാനും കടകൾ ഭാഗികമായും നശിച്ചു. അർദ്ധരാത്രിയിലുണ്ടായ തീപിടുത്തം 1.5 മണിക്കൂർ കൊണ്ട് നിയന്ത്രണ വിധേയമാക്കാൻ ഫയർഫോഴ്സിന് കഴിഞ്ഞത് ആശ്വാസമായി. കളിപ്പാട്ടങ്ങളും ഫാൻസി ഇനങ്ങളും വിൽക്കുന്ന കടകളും ഇവയുടെ ഗോഡൌണുമാണ് തീപിടുത്തമുണ്ടായ ബഹുനില കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്നത്. പുലർച്ചെ 3:30യോടെയാണ് തീ പൂർണ്ണമായും അണച്ചത്. പ്രദീപ് ജോസഫ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. എറണാകുളം നഗരത്തിൽ ബ്രോഡ്വേയിൽ ശ്രീധർ തിയേറ്ററിന് പിന്നിലുള്ള കോളുത്തറ ഷോപ്പിംഗ് കോംപ്ലക്സിലാണ് ഏതാണ്ട് പുലർച്ചെ 1 മണിയോടുകൂടി വലിയ തീപിടുത്തമുണ്ടായത്. ഒരു 3-4 നിലകളുള്ള ഷോപ്പിംഗ് കോംപ്ലക്സാണിത്. പ്രധാനമായും ഈ ഫാൻസി ഐറ്റംസ്, കളിപ്പാട്ടങ്ങൾ, കടലാസ് സാധനങ്ങൾ, കടലാസ് പൂക്കൾ, അത്തരം സാധനങ്ങളിലേക്ക് ഹോൾസെയിൽ ഷോറൂമുകളാണ്, ഹോൾസെയിൽ വിപണനശാലകളാണ് കൂടുതലും ഈ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നത്. ഈ കാണുന്ന ഈ ചെറിയ മുറിയിൽ കുറേ ആക്രി വസ്തുക്കൾ കൂട്ടിയിട്ടിരുന്നു. ഈ ആക്രി വസ്തുക്കളിൽ നിന്ന് തീയുണ്ടായി. അത് അതിവേഗം സമീപത്തുള്ള കടകളിലേക്ക് പടരുകയായിരുന്നു എന്നാണ് ഫയർഫോഴ്സ് അറിയിച്ചത്. ഏതാണ്ട് 12-ലധികം കടകൾക്കാണ് തീപിടുത്തമുണ്ടായത്. ഈ ക്രിസ്മസ് പുതുവത്സര സീസൺ ആയതുകൊണ്ട് തന്നെ പതിവിൽ കൂടുതൽ അധികം സാധനങ്ങൾ, പ്രത്യേകിച്ചും പറഞ്ഞല്ലോ ഹോൾസെയിൽ സാധനങ്ങളുടെ ഹോൾസെയിൽ കടകളാണ്. അതുകൊണ്ട് തന്നെ ഈ സീസണും കൂടി ആയതുകൊണ്ട് പതിവിൽ കൂടുതലും വസ്തുക്കൾ സൂക്ഷിച്ചിരുന്നു. ഇവയെല്ലാമാണ് കത്തി നശിച്ചത്. ഒരു 9 യൂണിറ്റ് ഫയർഫോഴ്സുകൾ നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി അതിവേഗം പാഞ്ഞെത്തിയാണ് ഈ തീ ഏതാണ്ട് ഒരു 1.5 മണിക്കൂർ പരിശ്രമിച്ച് നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചത്. അതേസമയം ഒരു 1.5 മണിക്കൂർ കഴിയുമ്പോൾ പോലും പലയിടത്തും പുകയുന്നുണ്ട്. അതുകൊണ്ട് ഫയർഫോഴ്സ് വീണ്ടും വെള്ളം ചീറ്റിക്കുന്നുണ്ട്. ഒരു 12:30 മണിയോടുകൂടിയാണ് നമ്മൾ ആദ്യമായിട്ട് തീപിടുത്തം ശ്രദ്ധയിൽപ്പെട്ടത്. കാരണം ഇവിടെ രാത്രി കൂടുതൽ ഹോൾസെയിൽ കടകളായതുകൊണ്ട് ഇവിടെ നമ്മൾ താമസിച്ചാണ് കടകൾ അടയ്ക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വൻ ദുരന്തം ഒഴിവാക്കാൻ സാധിച്ചു. കാരണം നമ്മൾ 12:30 അറിഞ്ഞ ഉടൻ തന്നെ ഫയർഫോഴ്സിനെ വിളിച്ച് ഒരു 5 മിനിറ്റിലൂടെ എത്തപ്പെട്ടു 11ഓളം വണ്ടികൾ നമുക്കിവിടെ എത്തി. അതുകൊണ്ട് ഒരു വൻ ദുരന്തമാണ് നമുക്ക് ഒഴിവായത്. കാരണം ഇതിൽ ഏറ്റവും കൂടുതൽ തീപിടിക്കാൻ സാധ്യതയുള്ള സാധനങ്ങളാണ് ഇവിടെ ഉള്ളത്. പെർഫ്യൂം, അതുപോലെ തന്നെ ടോയ്സ് ഐറ്റംസ്, പിന്നെ ഫാൻസി ഐറ്റങ്ങൾ, ഇതാണ് കൂടുതൽ ഇവിടെ ഉള്ളത്. എല്ലാം ഹോൾസെയിൽ കടകളാണ്. രാത്രികാലമായത് ഒരു പരിധിവരെ അനുഗ്രഹമായി എന്ന് പറയാം. കാരണം നഗരത്തിലെ തിക്കും തിരക്കും ഇല്ലാതെ ഉള്ള ഒരു സാഹചര്യമായിരുന്നു. ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്ന പ്രദേശമാണ് ബ്രോഡ്വേ, മേനക ജംഗ്ഷൻ, ഈ ശ്രീധർ തിയേറ്ററിൻ്റെ ഈ ഭാഗം എന്നൊക്കെ പറയുന്നത്. എന്തായിരുന്നാലും അത്തരം ഒരു വലിയ തിരക്കില്ലാതെ തീ എത്താൻ സാധിച്ചു എന്നുള്ളത് ഫയർഫോഴ്സിനെ സംബന്ധിച്ച് അങ്ങേയറ്റം ആശ്വാസകരമായ ഒന്നായി. കൂടാതെ ഇവിടുത്തെ വ്യാപാരികൾ, ചുമട്ടുതൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ ഈ തീ അണയാൻ സജീവമായി ഫയർഫോഴ്സിന് ഒപ്പം ഉണ്ടായിരുന്നു താനും. കടകളുടെ എണ്ണം നോക്കിയാൽ 165 കടയുണ്ട്. പക്ഷേ 87 കടകൾ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. നാശനഷ്ടം സംഭവിച്ചത് പൂർണ്ണമായിട്ട് ഒരു കടയ്ക്കുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് എങ്ങനെയോ കയറി അതിൻ്റെ ഉണ്ടായിട്ടുണ്ട്. ഒരു കടയ്ക്കാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഫുള്ളായിട്ട് കത്തിപ്പോയി. 1.5-2 മണിക്കൂർ എടുത്താണ് എങ്കിൽ തന്നെ തീ നിയന്ത്രണ വിധേയമാക്കാൻ ഫയർഫോഴ്സിന്റെ കഠിന പ്രയത്നത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് ആശ്വാസകരമായ ഒരു കാര്യം. ഇത്തരത്തിൽ ഷോപ്പിംഗ് കോംപ്ലക്സിന് തീപിടിച്ചെറിഞ്ഞ് ഒട്ടേറെ ആളുകൾ ഓടിക്കൂടി. പ്രത്യേകിച്ചും ഇവിടെ വ്യാപാരം നടത്തുന്ന ആളുകൾ ഉൾപ്പെടെയുള്ളവർ ഓടിക്കൂടി. 4 നിലകളുള്ള ഈ കെട്ടിടത്തിൻ്റെ കൂടുതൽ ഭാഗങ്ങളിലേക്ക് തീ പടരുന്നത് നിയന്ത്രിക്കാൻ ഫയർഫോഴ്സിനായി എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ ഒരു കാര്യം. ക്യാമറാമാൻ വിജേഷ് പൊതുവാശ്ശേരിക്കൊപ്പം പ്രദീപ് ജോസഫ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.